കോവിഡ് മുൻകരുതലുകൾ ഒഴിവാക്കണ്ട, വാക്സിൻ എടുക്കാം, അതോടൊപ്പം തന്നെ മാസ്കും ശീലമാക്കാം. ഇന്നത്തെ രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി ഇല്ലാതായതോടെ തലശ്ശേരിയിൽ നിശ്ചയിച്ചിരുന്ന പ്രചാരണ പരിപാടി തന്നെ റദ്ദാക്കി അമിത്ഷാ. കേന്ദ്ര ഭരണ മുന്നണിക്ക് തലവേദനയായി തലശ്ശേരി തുടരുക തന്നെയാണ്. NDA വോട്ട് കണ്ട് ആരും മനപ്പായസം ഉണ്ണേണ്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ തലശ്ശേരിയിൽ ഇതുവരെ ആർക്കും പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കാത്ത BJPയുടെ വോട്ടുകൾ, അതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ BJP നേടിയ 22,125 വോട്ടുകൾ ഇത്തവണ എങ്ങോട്ടു പോകും? ഗുരുവായൂരിൽ അവസാന നിമിഷങ്ങളിൽ നടപ്പാക്കാൻ കഴിയുന്ന ധാരണ പോലും തലശ്ശേരിയിൽ പ്രാവർത്തികമാകുമോ? തലശ്ശേരിയിൽ BJP എന്ത് ചെയ്യും? പരിശോധിക്കുന്നു ഇന്നത്തെ രാഷ്ട്രീയം. നമുക്കൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ കൂടിയ ശ്രീ ജോർജ് പൊടിപ്പാറ. ഒപ്പം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കോൺഗ്രസ് KPCC ജനറൽ സെക്രട്ടറി സജീവ് മാറോളിയെയും BJP നേതാവ് K രഞ്ജിത്തിനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ ജോർജ് പൊടിപ്പാറ, BJP എന്ത് ചെയ്യും? BJPക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ തലശ്ശേരി ആരെങ്കിലും പിന്തുണയ്ക്കണം എന്നൊരു തീരുമാനം എടുത്താൽ തന്നെ അത് BJPക്ക് എളുപ്പമുള്ള കാര്യമാണ്. പറഞ്ഞ അതൊട്ടും എളുപ്പമല്ല എന്നുള്ളതാണ് സത്യം. അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥി, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ BJPയുടെ ആ ഒരു പ്രത്യയശാസ്ത്രമായിട്ട് BJPയുടെ രാഷ്ട്രീയ നിലപാടുകളായിട്ട് പൊരുത്തപ്പെട്ടു പോകാവുന്ന ആരെയും തൽക്കാലം തലശ്ശേരിയിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരിക്കലും BJP പ്രതീക്ഷിക്കാത്ത, അത് തലശ്ശേരി പോലൊരു മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21,125 വോട്ട് നേടിയ ഒരു മണ്ഡലം. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ BJP ഏറ്റവും ശക്തമായി തന്നെ മത്സരിക്കുന്ന, അവരുടെ ജില്ലാ പ്രസിഡന്റിനെ തന്നെ മത്സരരംഗത്ത് ഇറക്കിയ ഒരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും BJP നേരിടുന്നത് ഒരു വലിയ ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമാണ്. അവരുടെ വോട്ടുകൾ ആരുടെ പെട്ടിയിലേക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത്, ഏതായാലും CPM ആ വോട്ടുകൾ വേണ്ട എന്നുള്ളത്, അഥവാ ഒരു കാരണവശാലും ആ വോട്ടുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതല്ലാതെ തന്നെ CPMന് വളരെ വിജയപ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഉറച്ച വിജയമുള്ള ഒരു മണ്ഡലമാണ് തലശ്ശേരി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വോട്ടുകളെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. പിന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയുള്ളത് COT നസീറാണ്. അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ BJPയുടെ വോട്ടുകൾ ഏതെങ്കിലും ഒരു ധാരണയുണ്ടാക്കി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. മറിച്ച് ഏകപക്ഷീയമായിട്ട് BJP മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾക്കും എതിരായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ഒരുപക്ഷെ അദ്ദേഹം വേണ്ട എന്ന് പറയുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ MV ജയരാജൻ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി നമുക്കൊപ്പം. ശ്രീ MV ജയരാജൻ, എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. ആരെങ്കിലും പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിലും ഒരു നിലപാടുണ്ടാകുന്നില്ല. BJP ഒരു കൃത്യമായ നിലപാട്, ഇപ്പോൾ ഗുരുവായൂരെല്ലാം ഉണ്ടായതുപോലുള്ള ഒരു ധാരണയിലേക്ക് പോലും തലശ്ശേരിയിൽ BJPക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? CPM എങ്ങനെയാണ് കാണുന്നത്? സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ മൗനം തന്നെ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് BJP അന്തർധാരയുണ്ട് എന്ന് തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അതിനിടയിൽ ഉച്ചക്ക് കിട്ടുമെങ്കിൽ അങ്ങനെയും മാധ്യമങ്ങളെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പ്രചോദനവും കരുത്തും നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കുന്നില്ല എന്ന് വന്നാൽ അതൊരു കുറ്റകരമായ മൗനമാണ്. ആ മൗനം തെളിയിക്കുന്നത് കോൺഗ്രസ് BJP അന്തർധാരയുണ്ടെന്ന ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിവെക്കലാണ്. പക്ഷേ ശ്രീ MV ജയരാജൻ, ഇപ്പൊ KN ഹരിദാസ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ എതിർകക്ഷി ആയിക്കൊണ്ട് MP അരവിന്ദാക്ഷൻ ചേരുകയുണ്ടായി, UDFന്റെ സ്ഥാനാർത്ഥി. പക്ഷെ അത്തരം നടപടിയൊന്നും LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ആരോപണം. ഇല്ല, നിയമപരമായി റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിച്ച സമീപനത്തിൽ എന്ത് തെറ്റാണ്? നിയമപരമായി ആർക്കാണ് അറിയാത്തത്? വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച എല്ലാ നടപടിക്രമങ്ങളും. അതിനിടയിൽ ഉണ്ടാകുന്ന വ്യവഹാരങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം ഇലക്ഷൻ പെറ്റീഷനായിട്ട് പോവുകയെന്നല്ലാതെ മറ്റൊരു മാർഗവും ഇന്നത്തെ നിയമവ്യവസ്ഥയിലില്ല. ഈ പ്രശ്നം സുപ്രീം കോടതി നിരവധി തവണ സെറ്റിൽ ചെയ്ത മേറ്ററാണ്. അപ്പൊ ഇത് BJPക്കാർ പോകുന്നത് BJPയുടെ പ്രവർത്തകന്മാരുടെ രോഷത്തിൽ നിന്ന് തൽക്കാലം തടിതപ്പാൻ വേണ്ടി മാത്രമായിരുന്നു.
BJP-ക്കാർക്കും അറിയാം കോടതി പോയിട്ട് ഒരു കാര്യമില്ല. BJP-ക്കാർ പോയപ്പോ ഞായറാഴ്ച ഒരു പ്രത്യേക സിറ്റിംഗ് വെച്ചു എന്നേ ഉള്ളൂ. അത് കോടതിയെ നയിക്കാൻ കാരണം തിങ്കളാഴ്ച 3 മണിക്ക് മുമ്പ് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയമായതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടെങ്കിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ നീതി ചെയ്തു എന്ന് ബോധ്യമുണ്ടാക്കുക. എന്നാൽ ദീർഘകാലത്തെ നിയമവൃത്തങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠം സെറ്റിൽ ചെയ്ത മാറ്ററാണ് ഇലക്ഷന്റെ വിജ്ഞാപനത്തിന് ശേഷമുള്ള ഏത് വ്യവഹാരവും ഇലക്ഷന് ശേഷമുള്ള ഇലക്ഷൻ പെറ്റീഷൻ അല്ലാതെ അതിൽ കോടതിക്ക് ഇടപെടാൻ അധികാരമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ BJP പോയത് BJP-യുടെ അണികളിൽ നിന്ന് ഏതുപോലെയുള്ള പ്രതിഷേധം ഉയർന്നു വന്ന് തലശ്ശേരിയിൽ BJP-യുടെ സാധാരണ പ്രവർത്തകർ പ്രകടനം നടത്തിയില്ലേ? ഒരു നോമിനേഷൻ ഫോറം പൂരിപ്പിക്കാൻ കഴിയാത്ത ഇവരെയാണോ വിജയിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചില്ലേ? അപ്പൊ അതിൽ നിന്ന് അണികളുടെ രോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു ആ നീക്കം, അല്ലാതെ മറ്റൊന്നും. പക്ഷേ ശ്രീ എം വി ജയരാജൻ, ഒറ്റ കാര്യം കൂടി, അതായത് ഈ കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇതിനകത്തൊരു ഒരു തെരഞ്ഞെടുപ്പ് ഫ്ലോയിൽ ഇടപെടാൻ കഴിയുകയില്ല, അതുകൊണ്ട് കോടതി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ചില പരാമർശങ്ങൾ നടത്തിയല്ലോ. അതായത് ചില സ്ഥാനാർത്ഥികൾക്ക് റിട്ടേണിംഗ് ഓഫീസർമാർ ചില പക്ഷപാതിത്വപരമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വിവേചനാധികാരം സംബന്ധിച്ച് ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതി കള്ളവോട്ട് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് സംബന്ധിച്ച് അതിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. അതായത് ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ എവിടേക്കോ എന്തൊക്കെയോ കഴമ്പുണ്ട് എന്നുകൂടിയല്ലേ? അതില് ആരോപണങ്ങളിൽ കഴമ്പുണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പോൾ അതിന്മേൽ വ്യവഹാരം ഫയലിൽ സ്വീകരിച്ച് ഒരു ഉത്തരവിറക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന ഒരു നിയമപ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഒരു റിട്ടേണിംഗ് ഓഫീസറും മറ്റൊരു റിട്ടേണിംഗ് ഓഫീസറും സ്ഥാനാർത്ഥികളോട് വ്യത്യസ്ത വിവേചനപൂർവ്വം പെരുമാറിയിട്ടുണ്ടെങ്കിലും അതും ഇലക്ഷൻ പെറ്റീഷൻ മാത്രമേ വഴിയുള്ളൂ. അതാണ് പ്രശ്നം. വിവേചനപൂർവ്വം പെരുമാറാൻ പാടില്ല. എ സ്ഥാനാർത്ഥിയോട് സ്വീകരിക്കുന്ന സമീപനം തന്നെ ആയിരിക്കണം ബി സ്ഥാനാർത്ഥിയോട് സ്വീകരിക്കേണ്ട സമീപനം. എ റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിക്കുന്ന സമീപനം തന്നെ ആയിരിക്കണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി ബി റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിക്കുന്ന സമീപനം. അതിലൊന്നും ഒരു തർക്കമില്ല. ഒരിക്കലും റിട്ടേണിംഗ് ഓഫീസർ പക്ഷപാതിയാവാൻ പാടില്ല. ഇനിയിപ്പോ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യത്തിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോ കള്ളവോട്ടെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഒരു പട്ടിക തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയിൽ കണ്ണൂരിലെ കാര്യം പ്രാഥമികമായ ഒരു പരിശോധന നടത്തി നോക്കി. ആദ്യഘട്ടത്തിൽ തന്നെ കള്ളവോട്ടെന്ന് പറഞ്ഞിട്ടുള്ള പരാതി കൊടുത്തപ്പോൾ അതിൽ 5 വോട്ട് ഉള്ള കുടുംബം കോൺഗ്രസിന്റെ കുടുംബമാണെന്നും ആ വോട്ടുള്ള ആള് മാധ്യമങ്ങളുടെ മുമ്പാകെ വന്ന് പറഞ്ഞത് ഞങ്ങളുടെ വോട്ട് ഈ പട്ടികയിൽ ചേർത്തത് കോൺഗ്രസുകാരാണെന്നും ഉള്ളത് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ കള്ള വോട്ട് കോൺഗ്രസുകാരുടേതാണ് എന്ന് ആദ്യ തെളിവ് പുറത്തു വന്നു. ഇനി കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോ ഈ ഇരട്ട വോട്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തത് അതിൽ മിക്കവാറും 95% UDF-ൻ്റെതാണ്. ചിലത് അവര് പട്ടികയിൽ നീക്കം ചെയ്തത് കാണാതെ വീണ്ടും രേഖപ്പെടുത്തിയത് കൊണ്ട് പറ്റിയ ഫൗളാണ്. അതുകൊണ്ട് കള്ളവോട്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലം സൃഷ്ടിച്ച് പരാതികളുടെ പ്രളയത്തോടുകൂടി പോയ ചെന്നിത്തലക്ക് തിരിച്ചടി ഉണ്ടാവുന്നതാണ് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിലെ പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ ഉള്ള അനുഭവം. നാറാത്ത് പഞ്ചായത്തിൽ അഴീക്കൂർ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞൊരു പ്രത്യേകത, ചില മതസ്ഥാപനങ്ങളുടെ അവിടെ താമസിക്കാത്ത ആളെ പേരിൽ വോട്ട് ചേർത്തിരിക്കുകയാണ്. അതെല്ലാം UDF-ന്റെ വോട്ടാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ശ്രീ വി ജയരാജൻ, താങ്കൾക്ക് തിരക്കുള്ളതുകൊണ്ട് ഒറ്റ ചോദ്യം കൂടെ, എന്നാൽ എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോവാം. LDF-ന്റെ ജയസാധ്യത 22,000 വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇത്തവണ കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടി വെച്ചിരുന്നു 25,000 വോട്ടുകൾ BJP-ക്ക് അവിടെ ഉണ്ടാകും, NDA-ക്ക് കിട്ടും എന്നുള്ള രീതിയാണ്. അപ്പോൾ 25,000 വോട്ടുകൾ എവിടെ പോകുമെന്നുള്ള രീതിയിലാണല്ലോ ഈ പരസ്പരം ആരോപണങ്ങളും എല്ലാം ഉയരുന്നത്. LDF-ന്റെ സിറ്റിംഗ് സീറ്റ്, CPM-ന്റെ സിറ്റിംഗ് സീറ്റ് ജയസാധ്യതയെ ഏത് രീതിയിൽ ബാധിക്കും ഈ അനിശ്ചിതത്വം എന്ന് കരുതുന്നു? തലശ്ശേരിയിൽ LDF ജയിക്കും. കോൺഗ്രസ് BJP അന്തർധാരി ഉണ്ടായാലും ജയിക്കും. കാരണം തലശ്ശേരിയുടെ ഭൂതകാല ചരിത്രം, ഒരു ഇടതുപക്ഷ മനസ്സ് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് LDF തന്നെ ജയിക്കും. ഇനി പ്രത്യയശാസ്ത്ര പൊരുത്തം കൊണ്ട് BJP-ക്കാർക്ക് വോട്ട് കൊടുക്കാൻ പറ്റുന്ന ആ പൊരുത്തമുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസിന് അവർ വോട്ട് കൊടുത്താലും
അവിടെ ഇടതുപക്ഷം ജയിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് AM ഷംസീർ ജയിച്ചത് 34,000-ലേറെ വോട്ടിനാണ്. അതോടൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഇടതുപക്ഷത്തിന്റെ ലീഡ് 45,000-ആണ്. ഇതെല്ലാം തെളിയിക്കുന്നത് ഇടതുപക്ഷം ഇക്കൂട്ടർ യോജിച്ച് മത്സരിച്ചാലും ജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ശ്രീ MV ജയരാജൻ തിരികെ വരാമെന്ന് കരുതുന്നു. താങ്കൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. BJP നേതാവ് ശ്രീ K രഞ്ജിത്ത് കൂടി. ശ്രീ K രഞ്ജിത്ത്, എന്താണ് BJP ചെയ്യുക? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഗുരുവായൂരിൽ ഏകദേശം ധാരണ കൃത്യമാണ്, എവിടേക്കാണ് പിന്തുണ എന്നുള്ള ഒരു തീരുമാനമെടുക്കാവുന്ന അസമാന ചിന്താഗതിക്കാർ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. അതിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ പരസ്യമായി പിന്തുണ ചോദിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് BJPക്ക് തലശ്ശേരിയിൽ ഇതുവരെ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സഖ്യ സാധ്യതയോ ഒരു പിന്തുണ കൊടുക്കാനുള്ള സാധ്യതയോ മറ്റോ ഒരു തിരിഞ്ഞു വന്നിട്ടുണ്ടോ? എന്താണ് ചെയ്യാൻ പോകുന്നത് BJP? തലശ്ശേരി സംഭവത്തിനെ കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി അതിന്റെ ഒരു തീരുമാനം ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം MV ജയരാജൻ പറഞ്ഞ ഒരു അന്തർധാരയും കോൺഗ്രസുമായിട്ടില്ല. കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസുമായിട്ട് ഒരു അന്തർധാരയില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ തീരുമാനം തന്നെ. അതാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സഖാവ് MV രാഘവൻ പറയുന്നത് MV രാഘവന്റെ പാർട്ടിയും കോൺഗ്രസുമായി രാജ്യത്ത് ആകമാനം ഇപ്പൊ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബംഗാളിലായാലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലായാലും പോണ്ടിച്ചേരിയിലും എല്ലാം തന്നെ കോൺഗ്രസുമായിട്ട് CPM സഖ്യത്തിലാണ്. BJP എവിടെയും കോൺഗ്രസുമായിട്ട് ഒരു അന്തർധാരയുമില്ല, സഖ്യവുമില്ല. തലശ്ശേരി നടന്ന സംഭവത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു പാർട്ടിയുമായിട്ടോ ഒന്നും അന്തർധാരയുടെ ഭാഗമായിട്ട് നടന്നതല്ല ഈ സംഭവം. സാധാരണഗതിയിൽ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ സ്ക്രൂട്ടിനിയുടെ സമയത്താണ് AB ഫോറം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. സ്ക്രൂട്ടിനിയുടെ സമയത്താണ് AB ഫോറം കൊടുക്കുന്നത് തന്നെ. ഇത്തവണ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് വന്ന സമയത്ത് തന്നെ അത് ക്ലറിക്കലായ ഒരു ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായ ഉടൻ തന്നെ റിട്ടേണിംഗ് ഓഫീസർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലൂടെ ഈ AB ഫോറം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കാൻ റിട്ടേണിംഗ് ഓഫീസർ തയ്യാറായി. നോമിനേഷൻ കൊടുക്കുന്നതിന്റെ അവസാന സമയം കഴിഞ്ഞിട്ടല്ല ഈ ഒരു പ്രോസസ് നടന്നിരിക്കുന്നത്. ശ്രീ K രഞ്ജിത്ത്, ഒരു കൈത്തെറ്റ് സംഭവിച്ചു, ഒരു ടെക്നിക്കൽ പിഴവ് ആണ് സംഭവിച്ചത് എന്ന രീതിയിൽ ആണോ അണികളുടെ പ്രതികരണം വരുന്നതെന്ന് ഒരു സംശയം. അങ്ങനെയല്ല എന്നുള്ളൊരു പൾസ് ഞങ്ങളുടെ റിപ്പോർട്ടർ അടക്കം പറയുന്നത്. അതിനേക്കാൾ എല്ലാം ഉപരിയായി സംസ്ഥാന നേതൃത്വം തലശ്ശേരി വിഷയത്തിൽ ഒന്നും പ്രതികരിക്കുന്നു പോലുമില്ലല്ലോ. അമിത്ഷാ തലശ്ശേരിയിലേക്കുള്ള പ്രചാരണ പരിപാടി തന്നെ റദ്ദാക്കിയിട്ട് സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിനകത്ത് ഒരു പ്രതികരണം പോലും നടത്താത്തത് എന്തുകൊണ്ട്? അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാലോ. പാർട്ടിയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷൻ അമിത്ഷാജി തലശ്ശേരിയിൽ വരാൻ വേണ്ടി തീരുമാനിച്ചു. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് സ്ഥാനാർത്ഥി. അപ്പൊ അത്തരത്തിലൊരു അന്തർധാര ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ക്ലറിക്കലായ വിഷയം മാത്രമാണത്. ആ വിഷയത്തിന്റെ പേരിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ പോയി. പക്ഷേ കോടതി ഒന്ന് രണ്ട് കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഒരു ഇലക്ഷൻ പ്രോസസ് ആരംഭിച്ച സമയത്ത് ഇത് ക്ലോസ് ചെയ്യാൻ എടുക്കാൻ സാധിക്കില്ല, റിട്ടേണിംഗ് ഓഫീസറുടെ വാക്കാണ് എന്ന രീതിയിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് മേൽക്കോടതി ഉണ്ടല്ലോ, ഞങ്ങൾ സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇന്നോ നാളെ ഇന്ന് അതിന്റെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നമ്മൾ ചീഫ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതിലൊരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതൊരു വേറൊരു വിഷയം. ഇതിനകത്ത് ഇപ്പൊ തീരുമാനം ഉണ്ടായാലും ഇപ്പൊ നിയമ പോരാട്ടത്തെ കുറിച്ചാണ് BJP പറയുന്നത്, അത് മനസ്സിലായി. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ പോലും ഇപ്പൊ ഇന്നലെ കോടതി പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് ഫ്ലോ ആണ്, അതിനകത്ത് നേരിട്ട് ഇടപെടുന്നില്ല എന്ന്. ഇനിയൊരു തീരുമാനം ഉണ്ടായാൽ പോലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം അത് റദ്ദാക്കുക, അങ്ങനെ ഒരു കാര്യത്തിലേക്കല്ലേ ടെക്നിക്കലി കടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ BJP ആർക്കൊപ്പമാണ്, ഈ വോട്ടുകൾ ആർക്കൊപ്പമാണ്, പിന്തുണ ആർക്കാണ് എന്നൊന്ന് പ്രഖ്യാപിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയില്ല. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഇന്ന് ഡൽഹിയിൽ വെച്ച് ഇലക്ഷൻ കമ്മീഷൻ ആളുകളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒന്നോ രണ്ടോ ദിവസത്തിനിടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം പാർട്ടി തീരുമാനിക്കും എന്ത് ചെയ്യണം, എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്ന രീതിയിൽ. ഇതിനു മുമ്പും കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളുടെ പത്രികയൊക്കെ തള്ളിയിട്ടുണ്ട്. ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ ചെറിയൊരു ക്ലറിക്കൽ വിഷയത്തിന്റെ പേരിൽ മാത്രം നടന്നൊരു സംഭവമാണ്. മറ്റല്ലാതെ കോൺഗ്രസുമായുള്ള അന്തർധാരയോ അങ്ങനത്തെ പ്രശ്നം കണ്ണൂർ ജില്ലയിലില്ല, കേരളത്തിലില്ല. കോൺഗ്രസുമായുള്ള അന്തർധാരയും കോൺഗ്രസുമായുള്ള പരസ്യമായ ധാരണയും എല്ലാം തന്നെ CPM-നാണ്. CPM-ന് 2 വോട്ടിന് വേണ്ടി തമിഴ്നാട്ടിലും 2 സീറ്റിന് വേണ്ടി തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും എല്ലാം തന്നെ കോൺഗ്രസുമായിട്ട് സഖ്യം നേടുന്നതാണ്. രാഹുൽ ഗാന്ധി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്നത് നേരെ തമിഴ്നാട്ടിലാണ്. അവിടെ CPM-ന് വോട്ട് പിടിക്കാനാണ് പോകുന്നത്. അവിടുന്ന് ബംഗാളിലേക്ക് പോകുന്നത് അങ്ങനെ തന്നെയാണ്. CPM അടങ്ങുന്ന മുന്നണിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ഇവരെന്തടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്? ഒരു തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ബംഗാളിലും ആസാമിലും പോണ്ടിച്ചേരിയിലും എല്ലാം തന്നെ
ഒരു മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസും CPM എല്ലാം തന്നെ. അവിടെ ഭായി ഇവിടെ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് ജനങ്ങളെ കണ്ണിൽ പൊഴിയിടുന്നതിന് വേണ്ടിയാണ്. BJPക്ക് വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. BJP കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അതുപോലെ തന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റും തെരഞ്ഞെടുത്ത ഭരണത്തിനെതിരെ നിലപാടും. ഇതാണ് BJPയുടെ. രണ്ട് മുന്നണികളെയും ഒരു കള്ളനാണയത്തിന് നെടുവശങ്ങളെ എന്ന് പോലെയാണ്. അപ്പോൾ ഈ രണ്ട് മുന്നണികളെയും പിന്തുണയ്ക്കാതെ COT നസീറിനെ പോലെ ഒരു സ്വന്തം സ്ഥാനത്തെ അവിടെ നിൽക്കുന്നുണ്ട്. ചില സഖ്യസാധ്യതകൾ തള്ളിക്കളയുന്നില്ല എന്നൊരു പ്രതികരണം അല്പം മുൻപ് ന്യൂസ് 18നോട് COT നസീർ നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു ചർച്ചകൾ, അതിനൊരു സ്കോപ്പ് ബാക്കിയുണ്ടോ? അല്ല, അതാ ഞാൻ പറയുന്നത്. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി സംസ്ഥാന തലത്തിൽ ഇത് വളരെ ഗൗരവമായി തന്നെ തലശ്ശേരിയുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടാകും എന്തായാലും. ഓക്കെ, ഞാൻ തിരികെ വരാം. ദയവായി തുടരുക ശ്രീ കെ രഞ്ജിത്ത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് KPCC ജനറൽ സെക്രട്ടറി സജീവ് മാറോളി നമുക്കൊപ്പം. ശ്രീ സജീവ് മാറോളി, AM ഷംസീർ ജയിച്ചു കയറും എന്ന് ഉറപ്പാണ് എന്ന് പറയുന്നു CPM. അപ്പോഴും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ നടക്കുകയില്ല. പക്ഷെ കോൺഗ്രസ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് MV ജയരാജൻ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഹലോ, കേൾക്കാമല്ലോ ശ്രീ സജീവ് മാറോളി? കേൾക്കാം. കോൺഗ്രസ് എങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചതല്ല, CPM പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് കോൺഗ്രസിന് ഗുണകരമാകും. BJP വോട്ട് എങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിന് കോൺഗ്രസിന് അത് ഗുണകരമാകുമെന്നാണ് എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. അത് CPMന്റെ ദിവാസ്വപ്നം മാത്രമാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ് BJPയുടെ മുദ്രാവാക്യം. എല്ലായിടത്തും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിലൂടെ BJP ആഗ്രഹിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കോൺഗ്രസ് BJP ബന്ധം ആരോപിക്കുന്നത് വളരെ കാലമായി തുടർന്നു വരുന്ന ഒരു തുടർക്കഥ മാത്രമാണ്. കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ BJPയെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ സംസ്ഥാനങ്ങളും. ആശയപരമായി വ്യത്യസ്ത ചേരിയിൽ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളായി മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ശക്തമായ പോരാട്ടം. ഇവിടെ തലശ്ശേരി പോലുള്ള ഒരു നിയോജക മണ്ഡലം CPMന് ആധിപത്യമുള്ള മണ്ഡലം എന്ന് സൂചിപ്പിച്ചല്ലോ താങ്കൾ നേരത്തെ. ഇവിടെ യഥാർത്ഥത്തിൽ CPMന് എതിരായ ഒരു വികാരം, ഈ ഗവൺമെന്റിനെതിരായ ഒരു വികാരം, അതോടൊപ്പം UDFന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന താല്പര്യം ജനങ്ങളിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തലശ്ശേരിയിൽ പ്രതീക്ഷിക്കുന്നത് വിജയം മാത്രമാണ്. അതായത് BJPയുടെ പിന്തുണ ആർക്കാകുമെന്നുള്ളത് വിഷയമല്ല, അതിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ തള്ളിക്കളയാണ്. പകരം കോൺഗ്രസ് അവിടെ ഒരു വിജയം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതെ, കോൺഗ്രസ് വിജയം. BJPയുടെ വോട്ട് തീരുമാനിക്കേണ്ടത് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. അവർ അത് ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. BJPയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ്. അതേപോലെ കേരളത്തിലെ CPMന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ തറപറ്റിക്കുക, മറ്റേത് ചെലുത്താനുമായും കൂട്ടുകൂടും എന്ന മുദ്രാവാക്യമാണ്. അവിടെയാണ് ഞങ്ങൾ BJP CPM ബന്ധം അതിന്റെ ഒരു സാധ്യത കാണുന്നത്. ഞാൻ തിരികെ വരാം ശ്രീ സജീവ് മാറോളി. ഏതായാലും ഇതെങ്ങനെയാണ് മറ്റ് മണ്ഡലങ്ങളിലുള്ള ജയസാധ്യതകൾ കൂടി ബാധിക്കുക? കണ്ണൂരിൽ പ്രത്യേകിച്ച് BJP ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ നിൽക്കുന്നത് കൊണ്ടുകൂടി വളരെ പെട്ടെന്ന് തിരികെ വരാം. ഒരു ചെറിയ ഇടവേള. ജോർജ് പൊടിപ്പാറയിലേക്ക് വരാം. ഞങ്ങൾ 1-2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് ശ്രീ കെ രഞ്ജിത്ത് BJPയുടെ നേതാവ് പറയുന്നത്. അതേസമയം സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കാനില്ല. പ്രചാരണ പരിപാടി തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. ഒരു സാധാരണ കൈത്തട്ടാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രചാരണ പരിപാടി അങ്ങനെ പെട്ടെന്ന് റദ്ദാക്കിയല്ലേ ഉണ്ടാകേണ്ടത്. അതൊരു വശത്ത്. അതിനപ്പുറത്തേക്ക് CPMന് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലം കോൺഗ്രസ് ഇത്തവണ നേടും. അത് ഒരു LDF വിരുദ്ധ വികാരം കൊണ്ട് മാത്രം ഞങ്ങൾ ഇതങ്ങ് നേടും എന്ന് പറയുന്നു ശ്രീ സജീവ് മാറോളി. ഇതിനെല്ലാം പുറമെ വ്യക്തമായ നിലപാട് ഈ മിനിറ്റിൽ പോലും പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങൾ കൂടി BJPയുടെ സാധ്യതകളെ, BJPയുടെ പ്രചാരണങ്ങളെല്ലാം ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? അവർണ ഒരു സത്യം നമുക്ക് അംഗീകരിച്ചേ പറ്റും. ഇതിലെന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ട് എന്നുള്ളത് ഈ രണ്ട് മുന്നണികളും ആരോപിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അടിസ്ഥാനമില്ല. ശ്രീ MV ജയരാജൻ പറഞ്ഞൊരു ആരോപണം, അതായത് തലശ്ശേരിയിൽ CPMും കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അതിൽ ഈ മിസ്റ്റേക്ക് വന്നത്. അങ്ങനെയാണ് ആ പത്രിക തള്ളിപ്പോകാൻ ഇടയായത് എന്നൊക്കെ പറയുന്നതിൽ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
10,20,000-ലധികം വോട്ടുകൾ കിട്ടുന്ന ഒരു മണ്ഡലത്തിൽ പത്രിക മനഃപൂർവ്വം തള്ളിപ്പോകുന്ന രീതിയിലൊന്നും അവരുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ സ്ഥാനാർത്ഥിയായിരിക്കും അത്തരത്തിൽ വളരെ ആസൂത്രിതമായ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതിനൊരു സംശയത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല, അവരുടെ ഒരു നയം അനുസരിച്ച് സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും നേരത്തെ ആവർത്തിച്ച് BJP നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ ദേശീയ തലത്തിൽ 1-ാം നമ്പർ ശത്രുവായിട്ട് കാണുന്നത് കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി BJP അത്തരത്തിലുള്ള ഒരു നീക്കം എന്തായാലും നടത്താൻ പോകുന്നില്ല. മാത്രമല്ല, അത് പ്രായോഗികമാണ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള, അതായത് അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് BJP ആവർത്തിക്കുന്നത് വിശ്വസിക്കുക, അത് തന്നെയാണ് സത്യം. അത് മറികടക്കാനായിട്ട് കോടതിയിൽ പോയി. പക്ഷെ നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് ഇലക്ഷൻ പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഇടപെടാൻ കോടതിക്ക് പരിമിതിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാൻ പാടില്ല എന്നുള്ള കീഴ്വഴക്കം ചൂണ്ടിക്കാണിച്ചു. അതെ, അത് ക്ലിയർ ആണ്. അപ്പോഴും പിന്തുണ പ്രഖ്യാപിക്കേണ്ട, അതാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് കോടതി കടക്കുകയില്ല എന്ന് ഏകദേശം വ്യക്തമാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയും. അപ്പോഴും ഒരു പിന്തുണ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതോ പിന്തുണയിലേക്കേ പോകണ്ട, മനസാക്ഷി വോട്ട് ചെയ്യട്ടെ എന്ന് പറയാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായിട്ടും അപർണ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ BJPക്ക് ഏതായാലും CPM-ന് വോട്ട് ചെയ്യാൻ കഴിയും. തലശ്ശേരിയിലെ പ്രത്യേക അവിടുത്തെ രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തലശ്ശേരിയിൽ ഒരു കാരണവശാലും BJPക്ക് CPM-ന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടനുസരിച്ച് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും BJP സ്വീകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടനുസരിച്ച് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്യാനും അവരുടെ അണികളോട് പറഞ്ഞാൽ അത് അത്ര എളുപ്പമാവില്ല. അത് ചെയ്യാൻ സാധിക്കില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് മുദ്രാവാക്യം മുഴക്കുകയും തലശ്ശേരിയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്യാൻ പറയുകയും ചെയ്താൽ തന്നെ അണികൾ അത് എത്രത്തോളം അനുസരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പിന്നെയുള്ള ഒരേ ഒരു ചോയ്സ് എന്ന് പറയുന്നത് അവിടെ CPM-നെതിരെ അല്ലെങ്കിൽ ഷംസീറിനെതിരെ മത്സരിക്കുന്ന അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് COT നസീറാണ്. നസീറിന് പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ നസീറിന് വോട്ട് ചെയ്യാൻ അണികളോട് ആവശ്യപ്പെടുക എന്നത് മാത്രമാണ് BJPയുടെ മുമ്പിലുള്ള ഒരു പോംവഴി. വേറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ആരുമില്ല, മറ്റേതെങ്കിലും ചെറു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളില്ല. അപ്പൊ ഇത് ഓൺലി ഓൾട്ടർനേറ്റീവ്, ദ ലാസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് COT നസീറിന് വോട്ട് ചെയ്യുക. ഓക്കെ, തീർച്ചയായും. ഏതായാലും എനിക്ക് തോന്നുന്നു BJPയും ആ രീതിയിലുള്ള ഒരു നിർദ്ദേശം ആണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കെ രഞ്ജിത്തിന്റെ വാക്കുകൾ തോന്നുന്നു. ശ്രീ കെ രഞ്ജിത്ത്, ഒറ്റ കാര്യം കൂടെ, ഈ ഒരു പക്ഷേ മനസാക്ഷി വോട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ ഭരണാധികാരിക്കെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക, ഈ രീതിയിലുള്ള ഒരു ആഹ്വാനങ്ങളൊക്കെ വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് അണികളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ശ്രീ കെ രഞ്ജിത്ത്, കേൾക്കാമല്ലോ അല്ലെ? ഏതെങ്കിലും രീതിയിൽ ഇതൊരു ഒരു വിവേചനാധികാരം, രാഷ്ട്രീയ പക്ഷപാതിത്വമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മനസാക്ഷി വോട്ട് ചെയ്യാനുള്ള ഒരു ആഹ്വാനം അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ സഖ്യ സാധ്യത മാറ്റി നിർത്തി ഒരു പിന്തുണയും ആർക്കും പ്രഖ്യാപിക്കാതെ അങ്ങനെയുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാർട്ടി ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ള ഇതിന്റെ തീരുമാനം വരും, വ്യക്തത കൃത്യമായിട്ട് വരും, യാതൊരു സംശയം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്, അതുപോലെ സുപ്രീം കോടതിക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, 1-2 ദിവസത്തിനിടയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന രീതിയിലൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി അങ്ങനെ തിരിച്ചാണ് ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മറ്റു കാര്യത്തെക്കുറിച്ച് പാർട്ടി ഗൗരവമായി ചിന്തിക്കും. ആർക്ക് ഏതെങ്കിലും സ്വതന്ത്രനെ നമുക്ക് പിന്തുണക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്വതന്ത്രം ഉണ്ടോ എന്നും ചിന്തിക്കും. ഇപ്പൊ COT നസീറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് കഴിഞ്ഞ പാർലമെന്റിൽ മത്സരിച്ചതിന്റെ പേരിൽ അക്രമത്തിൽ ഇരയായ ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് അവരെ കൊടുക്കണമെന്നല്ല, അത്തരത്തിൽ ഏതെങ്കിലും സ്വതന്ത്രം ഞങ്ങൾക്ക് സമാനമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ ചിന്തിക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായും ഞാൻ ചർച്ച അവസാനിപ്പിക്കുന്നുണ്ട്. ശ്രീ സജീവ് മറളി, തലശ്ശേരിയിൽ രണ്ടാമതെത്തും എന്ന് വരെ BJP കൃത്യമായി പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതിനകത്ത് COT നസീർ പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ BJP തീരുമാനിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കോൺഗ്രസിന് സാധ്യതയെ ബാധിക്കുക? ചുരുങ്ങിയ വാക്കുകൾ. അത് BJPയുടെ ആഭ്യന്തര കാര്യമാണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. പക്ഷെ തലശ്ശേരിയിൽ 2ാം സ്ഥാനം BJP സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അത് വലിയ ആശ്ചര്യം തന്നെയാണ്. ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ. തീർച്ചയായും തലശ്ശേരിയിൽ UDF നേരത്തെ ഇവിടെ വിശകലനത്തിൽ ആരോ സൂചിപ്പിക്കുന്നത് കേട്ടു, CPM-ന് ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന്. തെറ്റായ ധാരണയാണ്. 1977 കൂത്തുപറമ്പിൽ പിണറായി വിജയനടക്കം
ചേജിമാരടക്കം മത്സരിച്ചപ്പോൾ അവിടെ പരസ്യമായ കൂട്ടുകെട്ട് ഈ BJPയും അന്നത്തെ RSS ഉൾപ്പെടുന്ന ജനസംഘം ഉൾപ്പെടുന്ന ജനതാ പാർട്ടിയുമായിട്ടുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായിരുന്നു. അന്തർധാരയുടെ ആരോപണങ്ങളാണ് വീണ്ടും ആവർത്തിക്കുന്നത്. എനിക്ക് അത് ആ പോയിന്റ് വ്യക്തമാണ്. ശ്രീ സജീവ് മാറോളി, ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. എന്തായാലും തലശ്ശേരിയിൽ BJP പിന്തുണ എങ്ങോട്ട്, BJP വോട്ടുകൾ എങ്ങോട്ട് എന്ന ചോദ്യം ചോദിച്ചാൽ മിനിറ്റിലും ചിത്രം വ്യക്തമല്ല എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ, സജീവ് മാറോളി, ഒപ്പം K രഞ്ജിത്ത് ഈ ചർച്ചയിൽ പ്രതികരിച്ചത് MV ജയരാജനും. ന്യൂസ് 18 ഇന്നത്തെ രാഷ്ട്രീയം പൂർണ്ണമാകുകയാണ്. നമസ്കാരം.